തമിഴ്നാട് രാഷ്ട്രീയം എപ്പോഴും നാടകീയതകളും അപ്രതീക്ഷിത ട്വിസ്റ്റുകളും നിറഞ്ഞതാണ്. എന്നാൽ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് ഇപ്പോൾ ചെന്നൈയിലെ ഭരണ സ്ഥിരാകേന്ദ്രം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമാ സ്ക്രീനിലെ അത്ഭുത നായകത്വത്തിൽ നിന്ന് തമിഴകത്തിന്റെ യഥാർത്ഥ ഭരണാധികാരിയായി നടന്നു കയറിയ സി ജോസഫ് വിജയ് എന്ന രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ തമിഴ്നാട് നിയമസഭയിൽ ആർക്കും തകർക്കാനാവാത്ത ഒരു മഹാശക്തിയായി മാറിയിരിക്കുന്നു. കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകൾ തികയാതെ ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ സർക്കാർ രൂപീകരണത്തിനായി കടുത്ത വെല്ലുവിളികളും അനിശ്ചിതത്വങ്ങളും നേരിട്ട വിജയുടെ തമിഴക വെട്രിക്കഴകം ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്. പരമ്പരാഗത ദ്രാവിഡ പാർട്ടികളായ DMKയും AIADMKയും പതിറ്റാണ്ടുകളായി മാറി മാറി ഭരിച്ച മണ്ണിൽ പുതിയൊരു രാഷ്ട്രീയ സമവാക്യം എഴുതി ചേർത്തിരിക്കുകയാണ് വിജയ്. DMK സഖ്യത്തിൽ നിന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും ഇടതുപക്ഷവും VCKയും ഉൾപ്പെടെയുള്ള പ്രമുഖ കക്ഷികൾ കൂട്ടത്തോടെ TVK സർക്കാരിന്റെ ഭരണത്തിന്റെ ഭാഗമാവുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന അസാധാരണമായ കാഴ്ചയ്ക്കാണ് തമിഴകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇതിനു പുറമെ AIADMKയുടെ പകുതിയോളം വരുന്ന ജനപ്രതിനിധികളും വിജയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയതോടെ തമിഴ്നാട്ടിൽ TVK യുഗം പൂർണ്ണമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ വിജയുടെ തമിഴക വെട്രിക്കഴകത്തിന് 108 സീറ്റുകളാണ് ലഭിച്ചിരുന്നത്. തമിഴ്നാട് നിയമസഭയിൽ കേവല ഭൂരിപക്ഷം തെളിയിക്കാൻ ഈ സംഖ്യ തികയാതെ വന്നതോടെ ആദ്യ നാളുകളിൽ സർക്കാർ രൂപീകരണം കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ കൃത്യമായ പ്രയോഗത്തിലൂടെ വിജയ് ഈ പ്രതിസന്ധിയെ മറികടന്നു. DMK സഖ്യത്തിൽ നിന്നും വിട്ടുപോന്ന കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും വിടുതലൈ ചിരുതൈ കക്ഷിയും വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ സഖ്യത്തിന്റെ സീറ്റ് നില 116 ഉയർന്നു. എങ്കിലും ഭൂരിപക്ഷത്തിന് 2 സീറ്റുകൾ കൂടി കുറവായിരുന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം. ഈ സുപ്രധാന ഘട്ടത്തിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ TVK നേതൃത്വം സമീപിക്കുന്നത്. തമിഴ്നാട്ടിൽ ഒരു BJP ഇതര സർക്കാർ രൂപീകരിക്കുന്നതിനും അതിന്റെ സുരക്ഷിതത്വവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുമായി തങ്ങൾ നിബന്ധനകളില്ലാത്ത പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു എന്ന് മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് KM ഖാദർ മൊഹിദ്ദീൻ പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി. ഇത്തരത്തിൽ രൂപീകരിക്കപ്പെട്ട വിശാല സഖ്യം കഴിഞ്ഞ മെയ് 13 നിയമസഭയിൽ നടന്ന നിർണായകമായ വിശ്വാസ വോട്ടെടുപ്പ് വൻ വിജയത്തോടെയാണ് മറികടന്നത്. TVK സർക്കാരിന് അനുകൂലമായി AIADMKയിലെ വിമത വിഭാഗവും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട AMMK MLA കാമരാജും ഇടതുപക്ഷ കക്ഷികളും VCKയും മുസ്ലിം ലീഗും വോട്ട് രേഖപ്പെടുത്തിയതോടെ വിജയ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ വലിയ അഗ്നിപരീക്ഷ വിജയകരമായി പൂർത്തിയാക്കി. ആദ്യഘട്ടത്തിൽ പതറിയെങ്കിലും ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കാൻ വിജയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വിജയവും തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ തിരിച്ചടിയുണ്ടാക്കിയത് ഭരണകക്ഷിയായിരുന്ന DMKയ്ക്കാണ്. കഴിഞ്ഞ 2017 മുതൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമായിരുന്ന സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന DMK നേതൃത്വം നൽകിയ മതനിരപേക്ഷ സഖ്യം ഇതോടെ പൂർണ്ണമായും തകർന്നടിഞ്ഞു കഴിഞ്ഞു. ദീർഘകാലമായി DMKയുടെ വിശ്വസ്ത സഖ്യകക്ഷികളായിരുന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ വിജയുടെ പാളയത്തിലേക്ക് ചേക്കേറി കഴിഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ DMK രാഷ്ട്രീയമായി പൂർണ്ണ ഒറ്റപ്പെടലിനെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ തന്നെ കോൺഗ്രസ് DMK സഖ്യം ഉപേക്ഷിക്കുകയും വ്യാഴാഴ്ച വിജയ് മന്ത്രിസഭയുടെ ഭാഗമാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ മുസ്ലിം ലീഗും VCKയും ഭരണത്തിൽ പങ്കാളികളാകാൻ തീരുമാനിച്ചതോടെ DMKയുമായുള്ള അവരുടെ ബന്ധം ഔദ്യോഗികമായി അവസാനിച്ചു. ഇപ്പോൾ DMKയുടെ കൂടെ അവശേഷിക്കുന്നത് വൈക്കോയുടെ MDMKയും മനിതനേയ മക്കൾ കക്ഷിയും മാത്രമാണ്. ഈ 2 പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ DMKയുടെ ഉദയസൂര്യൻ ചിഹ്നത്തിലാണ് മത്സരിച്ചിരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പുതിയ സഖ്യകക്ഷിയായ DMDK മാത്രമാണ് നിലവിൽ കൂറുമാറാതെ DMKയ്ക്കൊപ്പം നിലനിൽക്കുന്നത്. തമിഴ്നാട്ടിലെ ജനവിധി മാനിച്ചുകൊണ്ട് ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സഖ്യകക്ഷികൾ TVKയെ പിന്തുണയ്ക്കുന്നത്. വിശ്വാസ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഭരണചക്രം തിരിക്കുന്നതിൽ വിജയ് കൂടുതൽ സജീവമായി കഴിഞ്ഞു. അതിന്റെ ആദ്യപടിയായി വ്യാഴാഴ്ച വിജയ് സർക്കാർ തങ്ങളുടെ ആദ്യത്തെ മന്ത്രിസഭാ വിപുലീകരണം നടത്തുകയുണ്ടായി. ആകെ 23 പുതിയ അംഗങ്ങളെയാണ് വ്യാഴാഴ്ച മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചത്. ഇതിൽ 19 പേർ തമിഴക വെട്രിക്കഴകം പാർട്ടിയിൽ നിന്നുള്ളവരും 2 പേർ സഖ്യകക്ഷിയായ കോൺഗ്രസിൽ നിന്നുള്ളവരുമായിരുന്നു. ഇതിന് പിന്നാലെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെ കൂടുതൽ ആവേശത്തിലാക്കിക്കൊണ്ട് മുസ്ലിം ലീഗും VCKയും മന്ത്രിസഭയുടെ ഭാഗമാകുന്നത്. ഭരണത്തിൽ പങ്കാളികളാകാനുള്ള തീരുമാനം മുസ്ലിം ലീഗ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും വ്യാഴാഴ്ച പാർട്ടി പ്രതിനിധികൾ മുഖ്യമന്ത്രി വിജയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. തങ്ങൾ ഒരു തരത്തിലുമുള്ള മന്ത്രിസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും വിജയ് സർക്കാരിൽ നിന്ന് ലഭിച്ച ഈ ക്ഷണം തികച്ചും അപ്രതീക്ഷിതമായിരുന്നുവെന്നുമാണ് മുസ്ലിം ലീഗ് ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നത്. അതേസമയം മറ്റൊരു പ്രമുഖ സഖ്യകക്ഷിയായ VCKയും TVK സർക്കാരിൽ ചേരാൻ പൂർണ്ണ സമ്മതം
അറിയിച്ചിട്ടുണ്ട്. VCK അധ്യക്ഷൻ തോൽ തിരുമാളവനെ മന്ത്രിസഭയിലേക്ക് ക്ഷണിച്ച വിജയ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വകുപ്പുകളും മന്ത്രിസഭയിൽ 3ാം സ്ഥാനവും വാഗ്ദാനം ചെയ്തിരുന്നു. സർക്കാരിനെ നയിക്കുന്നതിൽ ഒരു വഴികാട്ടിയായി തിരുമാളവൻ ഒപ്പമുണ്ടാകണമെന്നായിരുന്നു വിജയുടെ ആഗ്രഹം. ആദ്യഘട്ടത്തിൽ ഈ ഓഫർ സ്വീകരിക്കാൻ അദ്ദേഹം താൽപ്പര്യം കാണിച്ചെങ്കിലും പിന്നീട് പാർട്ടിയുടെ മുതിർന്ന നേതാവായ വന്നി അരശിനെ മന്ത്രിസഭയിലേക്ക് നിയോഗിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനകൾ. TVK സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണ നൽകുന്ന CPI, CPM എന്നീ ഇടതുപക്ഷ പാർട്ടികളുടെ നിലപാടുകൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഒരു ഭരണഘടനാ പ്രതിസന്ധി ഒഴിവാക്കാനും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് തടയാനുമാണ് തങ്ങൾ ജോസഫ് വിജയുടെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ വ്യക്തമാക്കുന്നത്. AIADMKയും DMKയും നയിച്ച മുന്നണികൾക്കെതിരെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെന്നും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ TVKയെ ഭരിക്കാൻ അനുവദിക്കുക എന്നത് ജനാധിപത്യ മര്യാദയാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി M. വീരപാണ്ഡ്യൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജനവിധി മാനിച്ചുകൊണ്ട് 5 വർഷവും ഈ സർക്കാരിന് പിന്തുണ തുടരുമെന്നും രാജ്യാന്തര തലത്തിൽ മാതൃകയായ മുൻകാല ജനക്ഷേമ പദ്ധതികൾ വിജയ് സർക്കാർ തുടരുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ പിന്തുണ നിരുപാധികമല്ല എന്ന വ്യക്തമായ സൂചന CPM സംസ്ഥാന സെക്രട്ടറി P. ഷൺമുഖം നൽകുന്നുണ്ട്. AIADMKയുടെ വിമത വിഭാഗത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ വിജയ് തയ്യാറായാൽ TVK സർക്കാരിനുള്ള പിന്തുണ തങ്ങൾ പുനഃപരിശോധിക്കുമെന്നാണ് CPM നൽകുന്ന കടുത്ത മുന്നറിയിപ്പ്. തിരുവാരൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയത്. TVK അത്തരമൊരു നടപടിയിലേക്ക് കടക്കില്ലെന്നാണ് കരുതുന്നതെന്നും ഒരുപക്ഷെ AIADMK വിമതർക്ക് മന്ത്രിസ്ഥാനം നൽകിയാൽ അത് ജനവിധിയോടും സുതാര്യമായ ഭരണമെന്ന തത്വത്തോടും ചെയ്യുന്ന ചതിയായിരിക്കുമെന്നും ഇടതുപക്ഷം കരുതുന്നു. BJPയുമായി സഖ്യത്തിലായിരുന്ന AIADMKയെ പിന്തുണയ്ക്കുന്നതിനേക്കാൾ ഭേദം ജനങ്ങൾ തിരഞ്ഞെടുത്ത പുതിയൊരു പാർട്ടിയെ പിന്തുണയ്ക്കുന്നതാണെന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഇടതുപക്ഷത്തെ ഈ തീരുമാനത്തിലെത്തിച്ചത്. കൂടാതെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും മതേതരത്വം നിലനിർത്തുന്നതിനുമുള്ള പോരാട്ടങ്ങൾ പാർലമെന്റിനകത്ത് DMKയുമായി ഒരു പ്രവർത്തന ബന്ധം നിലനിർത്താനും ഇടതുപക്ഷത്തിന് പദ്ധതിയുണ്ട്. ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും സംരക്ഷകരായി ദീർഘകാലം നിലകൊണ്ട DMKയ്ക്ക് തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിലുണ്ടായ വലിയ വിള്ളലാണ് ഈ തിരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത്. DMKയുടെ ആഭ്യന്തര വിലയിരുത്തലുകൾ പ്രകാരം തമിഴ്നാട്ടിലെ ക്രൈസ്തവ ജനവിഭാഗങ്ങളും പട്ടികജാതി വോട്ടർമാരും ഇത്തവണ കൂട്ടത്തോടെ വിജയുടെ TVK പാർട്ടിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. DMKയെ ഞെട്ടിച്ച ഏറ്റവും വലിയ തിരിച്ചടി പാർട്ടി അധ്യക്ഷൻ MK സ്റ്റാലിൻ കുളത്തൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു എന്നതാണ്. ഈ വോട്ട് ചോർച്ചയാണ് സ്റ്റാലിന്റെ പരാജയത്തിന് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. മുമ്പും അടിയന്തരാവസ്ഥ കാലത്തും മറ്റും വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ള DMKയ്ക്ക് ഈ പരാജയം പുതിയൊരു പാഠമാണ് നൽകുന്നത്. പുതിയ കാലത്തെ ജെൻസി വോട്ടർമാരുമായി കൃത്യമായ ആശയവിനിമയം നടത്താൻ പാർട്ടിക്ക് സാധിച്ചില്ല എന്ന വിലയിരുത്തലുകൾ ശക്തമാണ്. ഇന്നത്തെ യുവാക്കൾ വിവരങ്ങൾക്കായി പൂർണ്ണമായും സോഷ്യൽ മീഡിയയെയും ഇന്റർനെറ്റിനെയുമാണ് ആശ്രയിക്കുന്നത്. വർഷങ്ങളായുള്ള ദ്രാവിഡ പ്രത്യയശാസ്ത്ര അടിത്തറകളെ സിനിമാ ലോകത്തു നിന്നുള്ള തൻ്റെ ജനപ്രീതിയും കരിഷ്മയും കൊണ്ട് വിജയ് എങ്ങനെ മറികടന്നു എന്ന് DMK ഗൗരവകരമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു. സിനിമയും രാഷ്ട്രീയവും തമ്മിൽ വേർതിരിക്കാനാവാത്ത വിധം പിണഞ്ഞു കിടക്കുന്ന തമിഴ്നാടിൻ്റെ മണ്ണിൽ MGRനും ജയലളിതയ്ക്കും കരുണാനിധിക്കും ശേഷം സിനിമാ പാരമ്പര്യത്തിൻ്റെ കരുത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ജോസഫ് വിജയ്. വരും ദിവസങ്ങളിൽ ഈ പുതിയ സഖ്യ സർക്കാർ തമിഴ്നാടിൻ്റെ വികസനത്തിലും രാഷ്ട്രീയ ഭൂപടത്തിലും എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തുക എന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.